വൈകുന്നേരമായപ്പോൾ ഞാനും അമ്മയും കൂടെ കാട്ടിലമ്പലത്തിൽ വന്ന് ഞങ്ങൾ കരുനാഗപ്പള്ളി വഴിയാണ് പോയത്. കരുനാഗപ്പള്ളി വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അമ്പലത്തിന് ഫ്രണ്ടിൽ ചെല്ലാനായിട്ട് പറ്റും. ചവറ വഴി പോയി കഴിഞ്ഞാൽ ജങ്കാറിലെ വെള്ളത്തിൽ നമുക്ക് അമ്പലത്തിന് ഫ്രണ്ടിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ചില അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും പോകാനായിട്ട് തോന്നും. അങ്ങനെയുള്ളൊരു അമ്പലമാണ് കാട്ടിലമ്പലം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ മണി കെട്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്താഗ്രഹവും സാധിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കടലിൻ്റെയും കായലിൻ്റെയും നടുക്കായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. അങ്ങനെ ഞങ്ങൾ മണിയൊക്കെ കെട്ടി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലിൻ്റെ സൈഡിലോട്ട് പോയി കുറേ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. രണ്ട് സൈഡിലായിട്ടും ഒരുപാട് കടകളുണ്ട്. കളിപ്പാട്ടം, ഈ മുളക് ബജി, ചായ, പാനിപൂരി, ഐസ്ക്രീം, ഉപ്പിലിട്ട കുറേ ഐറ്റംസ്. ഞങ്ങൾ അവിടുന്ന് അമ്പഴങ്ങ വാങ്ങിച്ച്. രാത്രിയായിട്ടും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ശാസ്താംകോട് ഒരു റെസ്റ്റോറൻറ്റ്, നല്ല ഓലയൊക്കെ മേഞ്ഞ നല്ല കിടിലം ഒരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ച്. അവിടുത്തെ ആംബിയൻസ് പോലെ തന്നെ അവിടുത്തെ ഫുഡും അടിപൊളിയായിരുന്നു. ഞങ്ങൾ നൂൽ പൊറോട്ടയും ചിക്കൻ കറിയാണ് വാങ്ങിച്ചത്. ലാസ്റ്റ് ഒരു കോഫിയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്.